അത് നമ്മൾ പുറത്ത് വിടാൻ പോവുകയാണ് എക്സ്ക്ലൂസീവ്ലി. ഇനി പറയാം, ഓപ്പണായിട്ട് പറയാം. നമ്മൾ തമ്മില് നാളെ വരുന്നു. പറ, ഇപ്പോഴും ചേട്ടനല്ലേ പറയണ്ടേ? ചേട്ടൻ പറ. നിങ്ങളുടെ രണ്ടുപേരുടെയും റീലിന്റെയും പോസ്റ്റിന്റെയും ഒക്കെ അടിയിലെ കമന്റ്സ് ഞാൻ പറയാതെ നിങ്ങൾ രണ്ടുപേരും കാണുന്നുണ്ടാവുന്നുണ്ട് അല്ലേ? അതിപ്പോ എന്താ അത് കാണുന്നുണ്ട്. നായകൻ അനിയത്തി എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടർ എല്ലാം സെറ്റ് ചെയ്ത് കോസ്റ്റ്യൂം സഹിതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 2 ദിവസം മുന്നേ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പറയുന്നത്. ചാനലിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. ഇതുപോലൊരു സങ്കടം എനിക്ക് നേരെ ഉണ്ടായിട്ടില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ഞാൻ അച്ഛനമ്മയൊക്കെ പറഞ്ഞു നമുക്ക് ഈ ഒരു ഫീൽഡ് ഇവന് വരും എപ്പോഴും ഞാൻ ട്രെൻഡ്സിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ ആ കഥ പറയും. എന്റെ കൂടെ ആര് കൂട്ടുകൂടിയാലും അവർ പിന്നെ ഭയങ്കരമായിട്ട് എപ്പോഴും വിളിക്കും, സംസാരിക്കും, അങ്ങനെയൊക്കെയാ. ഇപ്പൊ മാത്രം ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്നിട്ട് ഞാൻ ഫോമിൽ ചോദിച്ചു നീ എന്താ എൻ്റെ അടുത്ത് മിണ്ടത്. ഇപ്പോഴും ഞാൻ ആര് കൂടെ അഭിനയിച്ചാലും ഇപ്പൊ തങ്കച്ചേട്ടനും ഞാനും അത് എക്സാമ്പിൾ എടുക്കാം. ഇപ്പോഴും ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും പറയുന്നത്, അതും മുതിർന്ന ആൾക്കാരാണ് പറയുന്നത്, എന്ത് തങ്കച്ചനെ തേച്ചു. ഇനോഗ്രേഷൻ ഒക്കെ പോയിട്ട് ജനാർദ്ദനും കാവ്യമാധവനും ഒക്കെ പറയാം, നമ്മുടെ ഒരു ഇന്റർവ്യൂല് പറ്റത്തില്ല. എന്തോരോ ആൾക്കാരാ ദിലീപേട്ടായി വന്നിരിക്കുന്നത് നമ്മളെ കാണാനായിട്ട്. അച്ഛൻ്റെ അമ്മയുടെ അമ്മ, അച്ഛമ്മയുടെ അമ്മ, മുത്തശ്ശി. പുള്ളിക്കാരി എന്നെ ആദ്യത്തെ പേര് മഞ്ജുന്നാ മാറ്റിട്ട് പോണുണ്ട്. ചേച്ചി ഈ പറയുന്ന പോലെ ആക്ടിങ് അല്ലായിരുന്നെങ്കിൽ വേറെ ഇതിലേക്ക് പോയേനെ. കല്യാണം കഴിച്ചിട്ട് പിള്ളേരായിട്ട് കിട്ടിയിരിക്കുവായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ചേച്ചി ബസ്സിൽ ഒക്കെ നോക്കി, ചേച്ചി വേറെ ആരെയും നോക്കിയിട്ടില്ല, ഇങ്ങോട്ടാണ് എല്ലാവരും ട്യൂൺ ചെയ്തെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ കറണ്ട് അപ്ഡേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും റീലിന്റെയും പോസ്റ്റിന്റെയും ഒക്കെ അടിയിലെ കമന്റ്സ് ഞാൻ പറയാതെ നിങ്ങൾ രണ്ടുപേരും കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? അടിപൊളി പേരാണ്, കപ്പിൾസ് ആണ്, നിങ്ങളൊന്ന് കല്യാണം കഴിക്കുവോ, നിങ്ങളൊന്ന് കെട്ടി കാണണം. ഒരുപാട് പേര് പറയുന്നു. എന്താണ് അവർക്കുള്ള മറുപടി? പറയൂ. എന്താ എല്ലാം കുട്ടികളല്ലേ, ഒരു 17 വയസ്സിന് താഴെയുള്ളവരെ കൂടുതലും കമന്റ് ഉണ്ട്. എന്താ എന്റെ മോളെ പോലാണ് ഈ മോൻ കല്യാണം കഴിച്ചാൽ മതി. അല്ല, ഇപ്പൊ ജീവനും ഞാനും മാത്രമല്ല, ഇപ്പൊ ജീവനും ഞാൻ റീലൊക്കെ ചെയ്തിടുന്നുണ്ട്. അതുകൂടാതെ ഞാൻ ഇപ്പൊ സുരഭി സുഹാസിനെ അഭിനയിക്കുന്നുണ്ട്. അതില് എന്റെ പേരായിട്ട് അഭിനയിക്കുന്നതാണ് സിദ്ധാർത്ഥ്. 23 വയസ്സേ ഉള്ളവൻ. അവനും ഞാനും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കുറെ പ്രായമുള്ള ആന്റിമാരും അങ്കിൾമാരും മെസ്സേജ് അയക്കുക, അവനെ കല്യാണം കഴിക്കും. എനിക്ക് കത്ത്, ഒരു ഇനാഗ്രേഷന് പോയപ്പോൾ എനിക്ക് ഒരാൾ 2 ഞാൻ വായിച്ചതില്ലേ, ഒരു കത്ത് എനിക്ക് അയച്ച് കൈ തന്നിട്ട് പറയുക, കിളിമാനൂര് പോയപ്പോ ഒരു, അപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ, ഒരു ഉമ്മ എന്നിട്ട് പറഞ്ഞു മോളെ ഇത് വായിക്കണം, ഇത് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ എനിക്ക് പറ്റില്ല, ഇത് ഇത്രയും ഫുള്ളും വായിച്ചിട്ട് താഴെ എന്റെ നമ്പർ കൊണ്ട് വിളിക്കണമെന്ന് പറഞ്ഞു. അതിലെഴുതിയിരിക്കുക സുരഭി സുഹാസിനി കാണും, ഭയങ്കര ഇഷ്ടമാണ് മോളെ. അതുപോലെ തന്നെ സിദ്ധാർത്ഥ്, അതിൽ എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളുടെ പ്രായമൊക്കെ അറിയാം. എന്നിട്ട് അതിന് എക്സാമ്പിളായിട്ട് സച്ചിന്റെ വൈഫ്, അങ്ങനെ കുറെ എക്സാമ്പിള്, പിന്നെ നമ്മുടെ ഐശ്വര്യയും അഭിഷേക് അങ്ങനെയൊക്കെ കുറെ കൊടുത്തിരിക്കുക. അപ്പോ കല്യാണം കഴിക്കണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. നിങ്ങൾ കല്യാണം കഴിച്ചു. എന്നിട്ട് ഞാനിത് അവൻ അയച്ചു കൊടുത്ത്. ബെസ്റ്റ്, ഇതാരാ പറഞ്ഞ ആ നമ്പറിങ് എടുക്ക്, ഞാനൊന്ന് വിളിക്കട്ടെ. അതുപോലെ ഞാൻ ആരെ കൂടെ അഭിനയിച്ചാലും ഇപ്പൊ തങ്കച്ചേട്ടനും ഞാനും അത് എക്സാമ്പിൾ എടുക്കാം. ഇപ്പോഴും ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും പറയുന്നത്, അതും മുതിർന്ന ആൾക്കാരാണ് പറയുന്നത്, എന്ത് തങ്കച്ചനെ തേച്ചോ അല്ലെങ്കിൽ തങ്കച്ചനെ. അതാണ് ഞാൻ കണ്ട ഫസ്റ്റ് സാധനം. പണ്ട് തങ്കച്ചനുമായിട്ട് ലൈനായിരുന്നു, ഇപ്പൊ വിട്ടു. എന്താ ആൾക്കാർ അവരെന്താ ചിന്തിക്കുന്നില്ല, അതൊക്കെയാണല്ലോ. ഒരാളുടെ ഡാൻസ് ചെയ്താലോ അല്ലെങ്കിൽ ഒരാളായിട്ട് അല്ല, അത് കുറ്റം പറയാൻ പറ്റൂല. നമ്മൾ പേരായിട്ട് ചെയ്യുമ്പം അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഭയങ്കര അടിപൊളിയാണ്. ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, ശരിക്കും നമുക്കറിയാം അടിപൊളിയാണ്, നമ്മൾ അടിപൊളിയാണ്, എനിക്കറിയാം. സ്വന്തമായിട്ട് കാവ്യമാധവൻ എന്ന് പറയുന്ന ആളും ദിലീപേട്ടന്റെ ഫാനായി ഞാനും കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു കാവ്യമാധവൻ എന്ന് പറയുന്ന അത് വെറുതെ. ഞാൻ ഏതൊരു ഫോട്ടോഷൂട്ട് ചെയ്തപ്പോ ഒരു ഫോട്ടോ വന്നപ്പോ കാവ്യമാധവനെ പോലെ ഇരിക്കുന്നത് പറഞ്ഞു. ആ ടൈമിൽ പറയാറുണ്ട്, തസ്നീഹാനെ പോലെ ഇരിക്കുന്നു പറയാറുണ്ട്, നയൻതാര എന്ന് പറയാറുണ്ട്. ഞങ്ങൾ സുരഭി സുഹാസിനി ലൊക്കേഷനിൽ ഡയറക്ടറിന് നയൻതാര വന്നു ഇന്ന് ഇരിക്കൂ, കളിയാക്കി പറയുന്നത് മനസ്സിലായില്ലേ? എപ്പോഴും നയൻതാര എന്തായാലും ആവട്ടെ, ഞാൻ സ്ലിം ആവുമ്പോ നയൻതാര എന്ന് പറയാറുണ്ട്, വണ്ണം വയ്ക്കുമ്പോ കാവ്യമാധവൻ എന്ന് പറയാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ സത്യാവസ്ഥ പറയൂ, നിങ്ങൾ കപ്പിൾസ് ആണോ? പറയടാ, ആണോ തുറന്നു പറയും, പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും നമ്മൾ ആണോ അല്ലയോ. അത് നമ്മൾ പുറത്ത് വിടാൻ പോവുകയാണ് എക്സ്ക്ലൂസീവ്ലി. അതെ അതെ, നിക്ക് ആണോ അല്ലയോ, ടിക് ടിക് ഏത് ക്യാമറ നോക്കി പറയണം, അത് നോക്കണോ ഇത് നോക്കണോ, ഇഷ്ടമുള്ള നോക്കി. ഇനി പറയാം, ഓപ്പണായിട്ട് പറയാം, നമ്മൾ തമ്മില് നാളെ വരുന്നു. എപ്പോഴും ചേട്ടനല്ലേ പറയണ്ടേ, ചേട്ടൻ പറ. നമ്മൾ തമ്മിൽ നല്ല തിക്കായിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. അതെ, ഞങ്ങൾ കപ്പിൾസ് അല്ല. അല്ല
ഞങ്ങൾ അതിന് നല്ല നമ്മുടെ friends കൂടെ ആണ്. ഉള്ള നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. പിന്നെ ഇതിപ്പം റീലൊക്കെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോ എനിക്ക് ഈ ഡാൻസ് എല്ലാം നല്ല പേരാണ്. അപ്പൊ ഒന്നത്തെ കാര്യം ഞാനും ജീവനും 2019 മുതലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. കാരണം അബിവട്സ് മഹി എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു അന്ന് മുതൽ ഇപ്പൊ 2023. അതെ, അതിന്റെ അബീവത്സ് മഹിയ ടൈമിലുള്ള ചേട്ടൻ്റെ ഒരു ചെറിയൊരു ഇന്റർവ്യൂവിൽ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, ചേട്ടനെ ഫസ്റ്റ് അതിലേക്ക് വിളിച്ചപ്പം അനു എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അപ്പം അനുവായിട്ടാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. ആദ്യം അങ്ങനെയാണ് പറയുന്നത്. ആ പറയുന്ന താല്പര്യമില്ലായിരുന്നു കേട്ടോ, എന്നെ അറിയില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പ്രോഗ്രാമിന് വിളിക്കുന്നത് നമ്മുടെ രാജേഷ് തലച്ചിറ, അതായത് സുരഭി സുഹാസിന്റെ ഡയറക്ടറാ. പുള്ളിക്കാരൻ വിളിക്കുന്നു, പോകുന്നു. അപ്പൊ എന്റെ പേരായിട്ട് യവനാന്ന് പറയുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം മൈ ബോസ് സിനിമയ്ക്കകത്തൊക്കെ അഭിനയിച്ച ആളെന്നൊക്കെ പറയുമ്പോൾ സിനിമ നടനും കൂടെ ആണല്ലോ. അപ്പൊ എനിക്കൊരു ഭയങ്കര സന്തോഷം, ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാണണം. എന്നിട്ട് ഞാൻ ഇവർ റൂമിൽ ഇരുന്നപ്പോൾ ഞാൻ ഇവന്റെ റൂമിൽ പോയി ഇങ്ങനെ തലയിട്ട് നോക്കി, കൊള്ളാല്ലേ കൊച്ചക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇവനെ എന്നെ നോക്കിയിട്ട് ഹായ്, എന്റെ പേര് ജീവൻ, ഞാൻ പറഞ്ഞു എന്റെ പേര് അനു. ഓക്കെ, അവനെ അറിയത്തില്ല എന്നെ, അത് വേറൊരു കാര്യം. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പം ജീവൻ പറഞ്ഞോ എന്നെ മാറ്റാൻ? ഞാൻ പറഞ്ഞൊന്നുമില്ല. സത്യം പറഞ്ഞോണ്ട് ഇപ്പൊ വെച്ച് പറയണം. ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ വെളിപ്പെടുത്തലില്ലല്ലേ? ഇല്ല. പിന്നെ നമ്മൾ എന്താ പറയണ്ടേ, ആദ്യം കുറച്ച് നാൾ, ഒരു 1 year ഒക്കെ എന്റെ അടുത്ത് അധികം മിണ്ടത്തൊന്നുമില്ലായിരുന്നു, ആവശ്യത്തിന് മാത്രം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്റെ അടുത്തല്ല, പൊതുവെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആരുടെടുത്തും മിണ്ടാറില്ല. പിന്നെ ഞാൻ വെച്ച് ഭയങ്കര ജാടയെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇടിച്ചു കയറി മിണ്ടാനൊക്കെ നോക്കി, പറ്റുന്നില്ല. പിന്നെ വീണ്ടും ഇടിച്ചു കയറി. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്? പിന്നെ കൊറോണ വന്ന ടൈമില് ഇവർക്ക് ലൊക്കേഷനിൽ ഫുള്ളും 13 പേരുണ്ടെങ്കിൽ അതിൽ 12 പേർക്കും കൊറോണ വന്നു. എനിക്കും റൈറ്ററിനും കൊറോണ വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ? പോയതാ, അതാരും അറിഞ്ഞില്ല. എന്തോ എനിക്കറിയാം, എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചു എന്ത് അസുഖമാണോ. അതിന് മുന്നേ നമ്മൾ ഡാൻസ് ഉണ്ടായിരുന്നു അല്ലേ, അബിവട്സ്മയിൽ ഒരു സോങ് കട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അന്ന് ആ ദിവസം ഭയങ്കര കാര്യം, എനിക്ക് ഡാൻസ് ഒക്കെ പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം ഷൂട്ടിന് മിണ്ടുന്നില്ല പഴയതുപോലെ. അതെന്താ? എനിക്കറിയത്തില്ല, ക്യാരക്ടർ ചേഞ്ച്. അത് ഡാൻസ് ആ സമയത്ത് നന്നായിട്ട് ഡാൻസ് കളിക്കണമല്ലോ, ആ ഒരു സ്നേഹമാണ് കാണിച്ചത് അവിടെ. അത് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം വന്നപ്പോൾ നോർമലി ഹായ്, ഓക്കെ, അത്ര തന്നെ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ആര് കൂട്ടുകൂടിയാലും അവർ പിന്നെ ഭയങ്കരമായിട്ട് എപ്പോഴും വിളിക്കും, സംസാരിക്കും, അങ്ങനെയൊക്കെയാ. ഇപ്പൊ മാത്രം ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്നിട്ട് ഞാൻ ഫോമിൽ ചോദിച്ചു, നീ എന്താ എൻ്റെ അടുത്ത് മിണ്ടത്? അന്ന് ഞാൻ പറയണൊക്കെ നീ പറയുന്നതല്ല, ചേച്ചി മാത്രം ചേട്ടൻ പറ. വിളിച്ചിട്ട് പിന്നെ ഭയങ്കര വിഷമമായിരുന്നു, ഞാൻ സംസാരിക്കാതിരിക്കുന്നതിനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, അത് ഞാൻ എന്റെ ഡയറക്ടർ ഇങ്ങനെയാണ്, ഞാൻ അധികാരത്ത് മിണ്ടില്ല. ആള് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവ ഇങ്ങോട്ട് വിളിക്കത്തില്ല. പിന്നെ ഞാൻ എന്നും വിളിക്കും. കൊറോണ ടൈമല്ലേ, വീട്ടിൽ വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ ജീവ ഫുഡ് കഴിച്ചോ, സുഖമാണോ? ഓക്കെ ജീവ കഴിച്ചു. ജീവ ഇപ്പൊ ഇവിടെ വീട്ടിലാണോ? അമ്മയൊക്കെ സുഖമായിട്ടിരിക്കണം, ഒന്ന് വീഡിയോ കോൾ വരൂ, അമ്മയൊക്കെ ഒന്ന് കാണാൻ. അത് അമ്മയ്ക്കൊന്നും വീഡിയോ കോൾ ഒന്നും താല്പര്യമില്ല. എന്നാലും വരൂ പ്ലീസ് വരൂ. അപ്പൊ ജീവ വന്നിട്ട് വീഡിയോ കോൾ വന്നിട്ട് ജീവ ഹായ്, ജീവ ഫുഡ് കഴിച്ചോ? യാതൊരു എക്സ്പ്രഷനും ഇല്ല, വികാരമില്ലാതിരിക്കുന്നു. ഇല്ല ഇങ്ങനെ. പിന്നെയാണ് മനസ്സിലായി അഭിനയമാണെന്ന്. ഇപ്പൊ കറക്റ്റ് പിടിയിട്ടില്ലേ? ശരിക്കുള്ള ജീവൻ എങ്ങനെ? സത്യം പറയണം, നീ അഭിനയിച്ചതാണോ? നമുക്ക് അത്ര ക്ലോസ് അല്ലായിരുന്നല്ലോ, ഞാൻ അത്ര നമ്മൾ സംസാരിച്ചിട്ടില്ല, ആളോട് അത്ര ഇടപെട്ടിട്ടില്ല. പെട്ടെന്ന് നമുക്കൊരു വീഡിയോ കോൾ വന്ന് നമ്മൾ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു മടി, അതുകൊണ്ടുള്ള ഒരു ഇത് മാത്രമേ. പക്ഷെ പിന്നെ ചേച്ചിയുടെ കണ്ടിന്യൂസ് എഫേർട്ട് കൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയായി. പിന്നെ ഞാൻ ശല്യമായി, ശല്യം എന്ന് പറഞ്ഞു ഭയങ്കര ശല്യമായി. എന്നും വിളിക്കും. വേറെ സംഭവം, ലൊക്കേഷൻ ഷൂട്ട് കഴിയുമ്പോൾ ജീവ എന്നെ വീട്ടിന്റെ അവിടെ ആക്കി തരും. ടീ മേടിച്ച് ഞാൻ ജീവൻ്റെ പറഞ്ഞു, ജീവൻ പോകുന്ന വഴിക്ക് ലൊക്കേഷൻ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെയാണ്, എന്നിട്ട് ചേച്ചി താമസിക്കുന്നതിൻ്റെ അവിടെ. ഞാൻ പറഞ്ഞു അവിടെ ആക്കി തരും ജീവ. അപ്പോൾ ജീവൻ ആക്കി തരാം. അങ്ങനെ നിങ്ങൾ കമ്പനിയായി. എന്തായാലും കല്യാണം നമ്മൾ നടത്തിയിട്ടില്ല, നമ്മളിപ്പോഴും സിംഗിൾ ആയിട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസത്തിലോട്ട് പോവാം. ചേച്ചിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടനെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ്? അങ്ങനെ ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്നെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം, എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന ആളായിരിക്കണം. അതിനിപ്പോൾ ചീത്ത സ്വഭാവമാണെങ്കിൽ ഇനി എത്രയാണെങ്കിൽ നന്നായിട്ട് അറിയാവുന്ന ആളായിരിക്കണം. പിന്നെ അയാള് എനിക്ക് ഭയങ്കര ഭംഗി അങ്ങനെയൊന്നും പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്നെ കല്യാണം കഴിക്കുന്ന ആള് നല്ല വെളുത്തിട്ടിരിക്കണം, നല്ല ഹൈറ്റുള്ള ആളായിരിക്കണം, നല്ല ജിമ്മായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള അതറിയാലോ കുട്ടികൾ ആ ടൈമിൽ ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി സൗന്ദര്യത്തിനൊരു കാര്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെ. ചേട്ടനോ?
ചേട്ടന്റെ എന്താ കോൺസെപ്റ്റ്? ചേട്ടൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നു, അടുത്ത ചേട്ടനോടാന്ന് അറിയാവുന്നതുകൊണ്ട് പ്ലാൻ ചെയ്യുവാണ് പറയാൻ. അല്ലല്ലേ, ഞാൻ മറ്റേ ഇത് സങ്കല്പം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ജിം ബോഡി ചേട്ടന്റെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് അങ്ങനെ പ്രത്യേക സങ്കല്പങ്ങളൊന്നുമില്ല. ചേട്ടനെ പോലെ ഇങ്ങനെ അധികം സംസാരിക്കാത്ത അങ്ങനെയാണോ? അവൻ എങ്ങനെ ജീവിച്ചൊക്കെ പോയാൽ മതി. അത് തന്നെ, ഞാൻ ഇപ്പം എൻ്റെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളായിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ അതൊരു ഇന്റർവ്യൂവിൽ, ചേട്ടന് ഈ ഒരു പ്രൊഫഷനിൽ അതായത് ആക്ടിങ്ങിൽ വന്നില്ലെങ്കിൽ പിന്നെ ഡിഫൻസ് മിലിറ്ററി ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് എന്നുള്ളത്, അത് അങ്ങോട്ടായിരിക്കുമായിരുന്നു പോകുന്നത് ഇതല്ലായിരുന്നെങ്കിൽ? അത് എൻ്റെ മാമനൊക്കെ ഡിഫൻസിലാണ്, ആർമിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ്, അന്നത്തെ ഒരു ഇതിലാണ് ഞാൻ ഒരു 7th പഠിക്കുന്ന സമയത്താണ് ഞാൻ ഡിഫൻസിലൂടെ പോകണം എന്നൊരു താല്പര്യമായത്. പിന്നെ അത് മാറി പോലീസ് എന്നുള്ള രീതിയിലായി, അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് വന്നു. പക്ഷെ പിന്നീടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ആക്ടിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു പാഷനേക്കാളും കൂടുതൽ അതൊരു പ്രൊഫഷനാക്കി എടുക്കുന്നത് ഒരു 20 വയസ്സിനൊക്കെ ശേഷമാണ്. അതിന് മുന്നേ വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അച്ഛൻ കൂടെ വരും, ഒരു ചെറുപ്പത്തിലേക്ക് അച്ഛൻ കൂടെ വരുമായിരുന്നു, കൂടെ വന്നിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ എനിക്കത് എന്താ പറയേണ്ടത്, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കണക്കൊരു ഇതായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോഴാണ്, ഒരു 20 വയസ്സ് അല്ലെങ്കിൽ ഒരു 20 വയസ്സെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, 19 ആ സമയം കഴിഞ്ഞ് ടീനേജ് കഴിഞ്ഞ് നമുക്കൊരു ജോലി വേണം എന്നുള്ളൊരു ചിന്ത വന്ന് തുടങ്ങിയപ്പോഴാണ് ഇത് എന്തുകൊണ്ടൊരു പ്രൊഫഷൻ ആയിക്കൂടാ എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. പൊതുവേ ചേട്ടന് ഒരു ഇങ്ങനെ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പൊ ജോബിന്റെ അടുത്താണെങ്കിൽ പോലീസ്, ഡിഫൻസ്, കുറച്ച് ഗൗരവമുള്ള സംഭവങ്ങളൊക്കെ ആണോ ഭയങ്കര താല്പര്യം അതിലോട്ടാണോ? എനിക്ക് വില്ലൻ ക്യാരക്ടർ എന്നല്ല, എനിക്ക് എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി. വില്ലൻ ക്യാരക്ടർ തന്നെ വേണമെന്നില്ല, എക്സെൻട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ആണ്, അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വെബ് സീരീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിൽ എന്റെ നായകനായിട്ട് വേറൊരു കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം വില്ലനായിട്ട് വേറൊരു ആർട്ടിസ്റ്റും. അപ്പൊ ആ വില്ലന്റെ ക്യാരക്ടർ മാറ്റിയപ്പോ പെട്ടെന്ന് ജീവനെ വിളിച്ചു. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു ആരെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ ഞാൻ ജീവന്റെ പേര് പറഞ്ഞു. റേഡിയോഗ്രാം അതാണോ? അത് തന്നെ കണ്ടായിരുന്നു. എല്ലാം നോക്കുന്നുണ്ടല്ലേ, അറിയാതിരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ വിളിച്ചപ്പോ അവർക്കറിയാം അഭിവെട്സ്മയ്ക്ക് നമ്മൾ ഭയങ്കര കോമ്പൗണ്ട് അതാണെന്നൊക്കെ. അപ്പൊ അവരിങ്ങനെ ആലോചിച്ചു അനുവിനെയും ജീവനെ വെച്ച്. അപ്പൊ ജീവനാണ് ആ ഒരു എന്റെ നായകനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ യവന് പറഞ്ഞു ഇല്ല, ആ വില്ലൻ ക്യാരക്ടർ ഞാൻ ചെയ്യാം, അവനത് ചെയ്യാനാണ് ഇഷ്ടം. കാരണം നായകന് ക്യാരക്ടർ അങ്ങനെ ഒന്നും ചെയ്യാൻ കിട്ടത്തില്ല, മറ്റേ വില്ലൻ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാൻ ഉണ്ട്. അപ്പൊ അവൻ അത് ചെയ്യാം, കുഴപ്പമില്ല, അത് മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഞാൻ ഇല്ല, അത് ചെയ്യ്, കുറച്ച് നാളെ അത് കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം എടുത്തു. ചേച്ചി ഈ പറയുന്ന പോലെ ആക്ടിങ് അല്ലായിരുന്നെങ്കിൽ വേറെ ഇതിലേക്ക് പോയേനെ? കല്യാണം കഴിച്ചിട്ട് പിള്ളേരായിട്ട് കിട്ടിയിരിക്കുവായിരുന്നു ഉറപ്പായിട്ടും. സത്യം, ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും. സത്യം, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച കാര്യമാണ്, കറക്റ്റ് 18 വയസ്സ് 19 വയസ്സ് കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ വിചാരിച്ചു. കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കണമെന്ന്. പിന്നെ ഞാൻ 18 വയസ്സിലാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. പിന്നെ ഓരോ പടി കയറി വന്നപ്പോൾ പിന്നെ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കും, ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായിരിക്കും, എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും. ഉറപ്പായിട്ടും കല്യാണം കഴിക്കും, കാരണം എൻ്റെ ചേച്ചി 21 വയസ്സിലാണ് കല്യാണം കഴിച്ചത്, അവൾക്ക് ജോലിയുണ്ട്. അപ്പം ഞാൻ എന്തായിരിക്കും. പിന്നെ ഞാൻ ഈ +2 കഴിഞ്ഞ സമയത്ത് ഞാൻ വുമൻസ് കോളേജിൽ പോയി ഫാഷൻ ഡിസൈനിങ് പഠിച്ചു, ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വന്തമായിട്ടൊരു സലൂൺ ഇടണം. ചേച്ചിയുടെ ഇതിന്റെ ഈ കോസ്റ്റ്യൂം ഒക്കെ ചേച്ചി തന്നെ ചെയ്യുന്നതല്ല. ഞാനിപ്പം എനിക്കൊരു ഇവിടെ ആലപ്പുഴ എന്ന സ്ഥലത്ത് എനിക്ക് സ്വന്തമായിട്ടല്ല, എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഫാത്തിമ, ഡിനേറ ബുട്ടിക്. അപ്പൊ അവക്കാണ് ഞാൻ ഓരോ ഡിസൈൻ ഒക്കെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്യും. ഞാൻ ആലപ്പുഴക്കാരിയാ. ആണോ? അവിടെ ഉണ്ട് ഡിനേറ. അപ്പം അവക്ക് ഞാൻ അയച്ചു കൊടുക്കും, ഓരോ ഫോട്ടോ അല്ലെങ്കിൽ വരച്ചൊക്കെ കാണിച്ചു കൊടുക്കും. അവൾ ഇങ്ങോട്ട് തിരിച്ച് എനിക്ക് അയക്കും, ഇങ്ങനെ കൊള്ളാം, പുതിയ പാറ്റേൺ, ആരും ഉപയോഗിക്കാത്തൊരു പാറ്റേൺ എനിക്ക് വേണം. ഈ സാധനം കറക്റ്റ് ആണ്, കാരണം നമുക്ക് ഈ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഈ അളവുകളൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് അറിയാം. ഇപ്പൊ എനിക്കിപ്പോ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആൾട്ടർ ചെയ്യാനൊക്കെ, നമുക്ക് ലൊക്കേഷനിൽ വെച്ച് എന്തെങ്കിലും ആൾട്ടർ ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ അറിയാം, അളവ് എവിടുന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. നമുക്കൊന്നും അറിയാം, മെഷർമെന്റ്സ് ഒക്കെ അറിയാം. ഇപ്പൊ നമുക്കിപ്പോ ഓണത്തിന് നമുക്ക് കുറച്ച് കൊളാബിന്റെ ഇത് വന്നു, ഒരുമിച്ചുള്ള ഒരു പെയർ ഷൂട്ട് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 3-4 വന്നു, സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇതുവരെ ഒന്നും നടത്തിയിട്ടില്ല, ഒന്ന് മാത്രം നമ്മൾ എടുത്തു. ആ ടൈമില് ഇവന് കുറച്ച് ഇതുണ്ടായിരുന്നു അല്ലേ, ലൂസ്. ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിരുന്ന ഒരു കുർത്ത എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കുർത്തയായിരുന്നു, കുറച്ച് വണ്ണമുള്ള കുർത്തയായിരുന്നു. അപ്പൊ വന്ന കുർത്തകളെല്ലാം ഭയങ്കര ലൂസ്, ലൂസായിരുന്നു. അപ്പൊ അത് സാധാരണ നമുക്ക് പുറത്ത് കൊടുത്ത് ആൾട്ടർ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഇരുന്നു. പക്ഷെ പുള്ളിക്കാരി അത്
കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് അവിടെ പോയി ആൾട്ടറൊക്കെ Correct ആയിട്ട് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് തന്നു. പിന്നെന്താ ഇന്ന് മാത്രം ഈ ഓണം ഇന്റർവ്യൂ വന്നിട്ട് ചേട്ടൻ മുണ്ട കൊടുത്തിട്ടാണ്? ചേച്ചിക്ക് ഒരു ഓണം ഫീൽ ഇല്ലല്ലോ? ഇല്ലല്ലേ, ശരിക്കും ഞങ്ങൾ ഒരു കോസ്റ്റ്യൂം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആയപ്പോ നോക്കിയപ്പോ അത് അയൺ ചെയ്യണം, അത് ഇത്. പിന്നെ ഞങ്ങൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുന്നതാ. ഓക്കെ, അതുകൊണ്ട് അത് വേണ്ട. മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കേ, ഫ്രണ്ടിലോട്ട് ഇടണ്ടേ? കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കാണാനില്ലായിരുന്നു മാറിക്ക് മുല്ലപ്പൂ കണ്ടില്ലേ? കണ്ടോ? അയ്യേ കിട്ടി വെച്ചാ അത് വിഗ് താഴെ വീഴും. പോണേറ്റ് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചന്ദനം ഇട്ടിട്ടുണ്ട്. ഉണ്ട്. ആ ചന്ദനൊക്കെ വന്ന ഓണം ഉറപ്പല്ലേ? ചന്ദനല്ല, ഇത് ഫൗണ്ടേഷൻ ആണോ? ചന്ദനം കിട്ടിയില്ല, ഉള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഈ ആര്യയോടുള്ള ആര്യ എങ്ങനെയാണ്? ഇതൊക്കെ എങ്ങനെ അറിയാം? നമ്മൾ കണ്ടുപിടിക്കും. എന്നെ നന്നായിട്ട് കലക്കി കുടിച്ചു എന്ന് തോന്നുന്നു. അതെ, ആദ്യം ആര്യ അല്ലായിരുന്നു. ഞാൻ അങ്ങനെ എഴുതാൻ വന്നേ, ആര്യനാടിന്റെ സ്വന്തം ആര്യ. ആര്യായിരുന്നു. അതെങ്ങനെയാണ്? ആദ്യം എന്റെ അമ്മുമ്മ, അച്ഛന്റെ അമ്മയുടെ അമ്മ, അച്ഛന്റെ അമ്മയുടെ അമ്മ, അച്ഛമ്മയുടെ അമ്മ, മുത്തശ്ശി. പുള്ളിക്കാരി എന്നെ ആദ്യം ഇട്ട പേര് മഞ്ജു എന്നാ. മഞ്ജു ആ പേര് മാറ്റിട്ട് പോണുണ്ട്. പിന്നെ ആര്യ ഇട്ടു. ആര്യ എന്ന പേരുണ്ടായിരുന്നു. എന്ത്, ഞാൻ നേഴ്സറിയിലൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് ആര്യ എന്നുള്ള പേരാണ് ചേർത്തത്. അപ്പൊ ആര്യ ഇപ്പൊ ഞങ്ങളെ വീടിനടുത്ത് ഒരു ആര്യ ഉണ്ട്. പിന്നെ ഞാൻ ആര്യനാണ് താമസിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്നെ കളിയാക്കുന്നത് ആര്യനാ. അങ്ങനെ ആയപ്പോ പിന്നെ അമ്മ മരിച്ചും പോയി. അപ്പൊ അച്ഛനും അമ്മയും എന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ചേർത്തപ്പോ തന്നെ അല്ല, സാധാരണ അങ്ങനെയൊക്കെ ഉള്ളപ്പോ അമ്മമ്മോടുള്ള സ്നേഹത്തിന് പക്ഷെ ഞങ്ങൾ വീടിന് തൊട്ടടുത്തൊരു ആര്യയുണ്ട്, അതൊന്ന്. പിന്നെ ആര്യനാടെന്നുള്ള സ്ഥലം എല്ലാരും ചേട്ടന്മാരൊക്കെ ആര്യനാടില്ല ആര്യ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ അമ്മയ്ക്കും അച്ഛനും വിഷമമായി. അപ്പൊ 2 പെൺമക്കളാണ്, എനിക്കൊരു ചേച്ചിയുണ്ട്. അപ്പൊ ഞങ്ങളെ ഫാമിലിയിൽ ആൺകുട്ടികൾ കുറവാ, മക്കള് കുറവാ. അപ്പം അവർക്ക് ഭയങ്കര ആഗ്രഹം ഒരു ആൺകുട്ടി വേണമെന്നൊക്കെ. അപ്പൊ അമ്മയും അച്ഛനും കൂടെ തീരുമാനിച്ചിട്ട് എനിക്ക് അനു എന്നുള്ള പേര് കിട്ടും. വെറും അനു. അനൂപ്, അനു, അങ്ങനെയൊക്കെ അനു എന്നിട്ടു. അനുന്നിട്ടപ്പോ അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോ ഇവിടെ സ്കൂളിൽ ചേർക്കുമ്പോ എല്ലാ പയ്യമ്മയുടെ പേര്, ആൺകുട്ടികളുടെ പേരെന്ന് പറഞ്ഞിട്ട് ഇനി അനു എന്ന് വിളിച്ച് ഇനി വേറെ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നു, അതിന്റെ കൂടെ ഒരു മോള് കൂടെ ഇട്ടുന്നേ. അങ്ങനെ അത് ആര്യ അനുമോളായി. എന്റെ ലക്കി പേരാട്ടോ അനു. ഇപ്പൊ ഇഷ്ടല്ലേ? പേര് ഇഷ്ടല്ലേ? ഒരുപാട് പേര് പറഞ്ഞു വേറെ എന്തെങ്കിലും ആർട്ടിസ്റ്റ് ആയില്ലേ, ഇത്രയും ലെവലായില്ലേ, നിങ്ങൾക്ക് അനുവിന് പേര് മാറ്റിക്കൂടെ, എത്രയും ആർട്ടിസ്റ്റുകൾ പേര് മാറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തിനാ മാറ്റുന്നത്? ഇത് എന്റെ ലെക്കാണ് കേട്ടോ സത്യം. കാരണം ഞങ്ങളെ ഈ ഒരു ഫീൽഡിൽ അനുമോൾ എന്ന് പറയുന്ന 2 ആർട്ടിസ്റ്റേ ഉള്ളൂ. സിനിമയിലുള്ള അനുമോൾ ചേച്ചിയും പിന്നെ ഞാൻ. വേറെ അനുമോൾ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഏതോ ഒരു ഇനോഗ്രേഷന് പോയിട്ട് ഒരു മടിയിലാണ്ട് അവിടെ നിന്ന് ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കൂടെ ലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ സ്റ്റാർ മാജിക് അല്ല, പിന്നെ ഷിയാസ്ക ഉണ്ടായിരുന്നു. ഇനോഗ്രേഷൻ ഒക്കെ പോയിട്ട് ജനാർദ്ദനും കാവ്യമാധവനും ഒക്കെ പറയാം, നമ്മുടെ ഒരു ഇന്റർവ്യൂല് പറ്റത്തില്ല. ഇപ്പൊ ആരാ വേണ്ടേ? അതും ജനാർദ്ദൻ, കാവ്യമാധവൻ, 3 നീ എന്താണ് എനിക്ക് അത്രയ്ക്കൊന്നും വരില്ല, നിനക്ക് അറിയില്ല. മറ്റേ ആ പറഞ്ഞ സാധനം പറഞ്ഞാൽ മതി. അതല്ല മറ്റേ ഇത് പറ. ഞാൻ കഴിഞ്ഞവനാണേ. ഞാൻ ആരെ പറയാ? നീ എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യും, നന്നായിട്ട് ചെയ്യും. എവനെന്നാണ് ഞാൻ പഠിച്ചത്. പറയട്ടെ, ഞാൻ പറഞ്ഞു നോക്കട്ടെ. അതല്ല, ജനാർദ്ദന ഹായ് പറഞ്ഞ കാര്യം പോയി. അതെനിക്ക് മറ്റേത് വരുന്നുള്ളൂ. നീ പറഞ്ഞോ അതല്ല, അത് മറ്റേ ബാസ് വേണ്ട, അതൊക്കെ പറഞ്ഞാ നോർമലായിട്ട് സംസാരിക്കും. ഡയലോഗ് ഏത് ഡയലോഗ് പറയണ? ഡയലോഗ് പറഞ്ഞു കൊടുക്കോ? ഡയലോഗ് എന്തോരം അതൊക്കെ പറ, മൈക്ക് വെച്ചിട്ടുണ്ടേ. ഹായ് ശിവ ശിവ, ഹായ് 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 ശിവ ശിവ. ഈ ഡയലോഗ് ഇത്ര നേരം കഷ്ടപ്പെട്ട് ചോദിച്ചത് MS തൃപ്പൂണിത്തുറ. ഇനി അടുത്തത്, ഇത് ജനാർദ്ദൻ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് പറയാം. ഞാൻ വീഴ്ത്തി കൊട്ടാരം നശിപ്പിച്ചു. പട്ടച്ചാലയം വീഴ്ത്തി കൊട്ടാരം നശിപ്പിച്ചു. ഇനി ആരാ വേണം? കുഞ്ഞിക്ക് കാവ്യമാധവൻ, ദിലീപേട്ടൻ. അയ്യോ അല്ല, എന്തോരോ ആൾക്കാരാ ദിലീപേട്ടായി വന്നിരിക്കുന്നത് നമ്മളെ കാണാനായിട്ട്. ശരിയായില്ലല്ലേ?
ഞാൻ ആക്ഷൻ ഇട്ടത് പറഞ്ഞോ. ഇത്ര എനിക്ക് ഡയലോഗ് അറിയും. അയ്യോ ബാക്കി ഏതെങ്കിലും കയ്യുന്നുണ്ട്. എന്തേലും പറ. ഓണാശംസ. എന്നെ ഇവിടെ ക്ഷണിച്ചതിലുള്ള ഇതൊക്കെ എന്നെ കിങ്ങിണി ഇവിടെ ക്ഷണിച്ചില്ലെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദിലീപേടനോ സന്തോഷമുണ്ട്. ഉണ്ട്. കൊള്ളാം കൊള്ളാം. ഇതാണ് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞേ. അടിപൊളിയല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ഇമിറ്റേറ്റ് ചെയ്യും നന്നായിട്ട്. ജാഫ്രിക്ക, പിന്നെ ഒരുപാട് ഒത്തിരി പേര് ജലദോഷം ഉള്ളപ്പോ വരുന്ന സൗണ്ട്. ഇല്ല ജലദോഷം ഇല്ലാത്തപ്പോ ഒത്തിരി പേര് ഞാൻ ഇന്ന് പഠിച്ചിട്ടുണ്ട് ഏകദേശം ഒക്കെ കുറച്ച്. ജാഫ്രിക്ക നീയും സൗമ്യയും തമ്മിലുള്ള കണക്ഷനൊക്കെ നാട്ടുകാർക്ക് അറിയാമെന്നല്ലേ എനിക്കറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പൊ അവർക്ക് പുതിയൊരു ആലോചന വന്നിട്ടുണ്ട്. നീ ആളോടൊന്ന് സംസാരിക്കും. കൊള്ളാം ചേട്ടാ, ശരിക്കും അടിപൊളിയാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഞാൻ ചേട്ടൻ ചെയ്യുന്നേ എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്പോട്ടിലൊക്കെ ഞങ്ങള് ഭയങ്കര അല്ലേ. ഞാൻ ശരിക്കും ചേട്ടൻ ചെയ്യുന്ന അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ചേച്ചിയുടെ മാത്രം അറിയത്തില്ലായിരുന്നു. ചേച്ചി കൊണ്ട് അടുത്ത് വേറെ ആര്? ഞാനോ? എനിക്ക് വേറെ ആര്? പഴയ നടന്മാരൊക്കെ പ്രേം നസീർ പറ്റില്ലല്ലോ. മറ്റേ എനിക്ക് അങ്ങനെയൊക്കെ പറ്റും. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പറ്റും. അജു വർഗീസ് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അജു വർഗീസ് എന്റെ സൗണ്ട് ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നു. അജുവേട്ടന്റെ ഏകദേശം അല്ല ഈ ഒരു ടോണൊക്കെ വരും. ചേച്ചിയുടെ വീഡിയോയുടെയും ഇന്റർവ്യൂവിന്റെയും അല്ലെങ്കിൽ എല്ലാത്തിനും താഴെ വരുന്ന കമന്റ്സ് ആണ്. എന്തൊരു ഇന്നസെന്റ് ആണ്, എന്തൊരു നിഷ്കളങ്കത്വമാണ് ഈ കുട്ടിക്ക്, എന്തൊരു അല്ല ചേച്ചി സംസാരിക്കുന്ന കേൾക്കാൻ. അനു ചിരിച്ചാ നമുക്ക് ചിരി വരും, അനു കരഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും. അത്രയും നിഷ്കളങ്കത്വമുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. ഈ നിഷ്കളങ്കത്വമായ പെൺകുട്ടിയുടെ കള്ളത്തരമാണ് എനിക്ക് അറിയേണ്ടത്. അതാണ് ഇവനോട് ചോദിക്കണം, അവനോട് ചോദിക്കണം. കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. ചെയ്തൊരു കള്ളത്തരം പറ, നല്ല ഇടിവിട്ട് കള്ളത്തരം. അത് ഞാൻ പറഞ്ഞ കാര്യം വേറൊരാൾ പറഞ്ഞില്ലല്ലോ. ഇഷ്ടം പോലില്ലേ? ചേട്ടൻ അറിയാത്ത കള്ളത്തരം കാണുമല്ലോ, അതും പറയാം. ചേട്ടൻ കള്ളത്തരം എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് വേണേ ആകാം. നമ്മുടെ ലൈഫ് എന്തൊക്കെ കള്ളത്തരം ചെയ്യുന്നത് ഒരുപാടുണ്ട്. കണ്ടുപിടിക്കുന്നത് കള്ളത്തരം എപ്പോഴും ഞാൻ കള്ളത്തരം കാണിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ലാസ്റ്റ് കാണിച്ചിട്ട് കള്ളത്തരം എന്താ? അയ്യോ അത് പക്ഷേ അതെന്തും അത് നമുക്ക് എടുത്തോ. കണ്ടോ, ഞാൻ കറക്റ്റ് ആയിട്ടാ ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ശരിയാണല്ലേ? ഞാൻ പറയില്ല, പേടിക്കണ്ട, ഞാൻ പറയില്ല. പോരട്ടെ, എനിക്കവിടെ നടക്കുന്നത്. എനിക്ക് എന്ത് നടക്കും? ഒരു നടക്കും ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കും. ഇല്ലില്ല, ഏതെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞാൽ മതി. എന്നാ ഏതെങ്കിലും പറ. നീ എനിക്ക് പോയവിടെന്ന് മനുഷ്യ നാണം കെടുത്താൻ വേണ്ടിട്ട് വന്നിരിക്കുന്നു. അല്ല നമ്മളിപ്പോ പറഞ്ഞില്ലേ മറ്റേ ആൾക്കാര് പറയുന്നുണ്ട് നിഷ്കളങ്കയാണ് മറ്റേതാണെന്നൊക്കെ, അതെല്ലാം പോവും. മൊത്തത്തിൽ പൊളിഞ്ഞു, മൊത്തത്തിൽ കുളമായി പോകും. ഇതെന്താ ചേച്ചി ഇത് ആൾക്കാർ ഇനി അപവാദമാക്കി വിചാരിക്കും. ചേച്ചി പറഞ്ഞു തുടങ്ങി. അല്ല അത് നമ്മൾ ഉദ്ദേശിച്ചത് മറ്റേ നല്ല നല്ല രീതിയിലാണ് സെൻസിൽ. ജിത്തു ജോസഫ് സാറുമായിട്ട് ഭയങ്കരമായ ഒരു ബന്ധമാണെന്ന് തോന്നുന്നല്ലോ. മമ്മിയൻ മീതോട്ടി ഇങ്ങോട്ട് ഇങ്ങനെ സിനിമകളിലൊക്കെ വരുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു കണക്ഷൻ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ? ജിത്തോങ്കളാണ് ആദ്യമായിട്ട് എനിക്ക് സിനിമയ്ക്ക് എനിക്ക് അവസരം ഒരുക്കി തരുന്നത്. ആദ്യം അൻസാറിക്കയാണ്. അൻസാറിക്ക ജിത്തോങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് സീരിയലിൽ നിന്ന് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണ് ജിത്തോങ്കൾ ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ ഇവിടെ എവിടെയായിരുന്നു, എനിക്ക് സ്ഥലം ഓർമ്മയില്ല, കൊച്ചിയിലായിരുന്നു. ഞാൻ 7th നിന്ന് പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് സിനിമ എന്ന് 7th പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് പോയി കാണണമെന്ന് ഇങ്ങനെ അൻസാറിക്ക പറഞ്ഞു. അങ്ങനെ ജിത്തോങ്ങനെ പോയി കണ്ടപ്പോൾ എനിക്ക് ഒരു സീൻ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് അഭിനയിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു റാപ്പ് സോങ് ഉണ്ട്, അപ്പോൾ അത് പഠിച്ചിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിട്ടു. അപ്പം പ്രതീക്ഷയൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോയി. അന്ന് ഞാൻ ഈ പറഞ്ഞ കണക്ക് നമുക്കങ്ങനെ വേണം എന്നുള്ളൊരു ചിന്ത അന്നൊന്നും എനിക്കില്ല. എനിക്ക് കിട്ടിയേ പറ്റൂ, അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്ത് അങ്ങനെ നടന്നൊരു ഇതില്ലായിരുന്നു എനിക്ക്. പിന്നെ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ സിനിമയ്ക്ക് വിളിക്കുന്നത്. ജിത്തോങ്ങളിലെ വിളിക്കുന്നത് കൺട്രോളറാണ്. മമ്മിയന്മിയാണ് ആദ്യം ചെയ്യുന്ന സിനിമ. അങ്ങനെ ജിത്തോങ്ങളുമായിട്ട് അന്നോട്ടുള്ള പരിചയം. ഞങ്ങൾ അവിടെ നമ്മളൊരു കറക്റ്റ് ഒരു ഫാമിലി പോലെയാണ്. കാരണം നമ്മൾ അവിടുന്ന് ഈ ജിത്തോങ്ങളും ഫാമിലി ഫുൾ അവിടെയാണ് താമസിച്ചിരുന്നത്, ആ ലൊക്കേഷനിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ രാവിലെ ഒരു 5:30-6 മണിക്ക് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് 10 മണിക്കായിരിക്കും. ഞാൻ തിരിച്ച് അതായത് ഈ ഷൂട്ട് ഫുള്ള് കഴിഞ്ഞ് 22 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു കണ്ടിന്യൂസ്. പീരുമേട് തന്നെയാണ് ഷൂട്ട് ഫുള്ള് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ കരഞ്ഞു, ഭയങ്കര സങ്കടമായിരുന്നു. ആ ഫാമിലി ആയിട്ട് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞ് നമ്മള് കമ്പനിയാണ്, അത്യാവശ്യം നല്ല കമ്പനി. ചാക്കോച്ചനൊക്കെ ഭയങ്കര നമ്മൾ ആദ്യമായിട്ട് ചാക്കോച്ചനെ കണ്ട സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇത് കാണുമല്ലോ, സംസാരിക്കാൻ ഒരു പേടി കാണുമല്ലോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെയാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ മൈ ബോസ് എന്ന സിനിമയിൽ ജിത്തോങ്കൾ തന്നെയാണ് ക്യാരക്ടർ. ഇനി ഏതെങ്കിലും വരുന്നുണ്ടോ?
ഇനിയിപ്പോ ജിത്തോങ്ങളുടെ അടുത്ത സിനിമയിൽ ഞാൻ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? വിളിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ ശല്യം. നല്ല കാര്യമല്ലേ അത്? അപ്പം നമുക്കൊരു ഗെയിമിലോട്ട് പോവാം. ചേച്ചിയുടെ ഭയങ്കര ഫേവറേറ്റ് സാധനം, ചേച്ചിയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താണ്? മധുരെണ്ണാനും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴം, ചേച്ചിയുടെ നാട്ടിൽ മധുരെണ്ണ അല്ല, പഴല്ല, അതിന്റെ അല്ലാതെ പറഞ്ഞ പേര് പാളയം കുറഞ്ഞോ? അത് വേറെ പൂവമ്പഴമാണോ? പൂവമ്പഴം അങ്ങനെ എന്തൊക്കെ പേരുണ്ട്. ചേച്ചിയുടെ ഞാലിപ്പൂവനോ, ഞാലിപ്പൂവൻ എന്ന് പറയാറുണ്ട്. നമുക്കിവിടെ മധുരെണ്ണം കിട്ടാത്തതുകൊണ്ട് നമ്മൾ റോബസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇഷ്ടമാണ് റോബസ്റ്റ്. വണ്ണം വെക്കില്ല അല്ലേ? വണ്ണം വെക്കില്ല. നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു റോബസ്റ്റിന്റെ വണ്ണം. ഇവന് വരും, ഒരു എപ്പോഴും ഗ്യാസ്. ഞാൻ ട്രെൻഡ്സിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ ആ കഥ പറയും. ഞാൻ പിന്നെ ആ കഥ പറയാം. അതെന്തോ അങ്ങനത്തെ ഒരു ടോക്ക് എന്തത്? ഇപ്പൊ ഒരു ഐഡിയ കിട്ടി. ഇപ്പൊ ഒരു ഐഡിയ കിട്ടി. വിഷമിക്കണ്ട. പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു. ഞാൻ പറയും. ഇല്ല, ഞാൻ മിണ്ടൂല. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ പരിചയപ്പെട്ടതാണ്. നിനക്ക് ഗ്യാസ് ഇല്ല, അർജുനാണ് ഗ്യാസ്. എന്തായാലും നമുക്കൊരു ഐഡിയ കിട്ടി. ഗ്യാസ്, ട്രെൻഡ്സ്, ഡ്രസ് എടുത്തോണ്ട് നിൽക്കുന്നു. ബാക്കി ഞങ്ങൾ പൂരിപ്പിച്ചു. മറ്റൊന്നും വിചാരിക്കും. ചേച്ചി ഭയങ്കര എന്താണ്, ഒരുപാട് പേര് ചേച്ചിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ചേച്ചി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ കരിയറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് നമ്മളെല്ലാവരും ലൈഫിൽ സ്ട്രഗിൾ ചെയ്തൊരു മൊമെന്റ് ഉണ്ടായിരിക്കില്ലേ? അതൊന്നും ചേച്ചി എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല. അല്ല, ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ എല്ലാവരും മോശമായിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മളൊരു നിലയിൽ എത്തുമ്പോൾ ആൾക്കാർ നന്നായി കാണുമ്പോൾ കുറച്ച് പേരുടെ ഒരു കണ്ണടി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ സംസാരങ്ങളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും നേടിയപ്പോൾ സ്വന്തമായിട്ട് ഒരു കാറ് മേടിച്ചാൽ, സ്ഥലം മേടിച്ചാൽ, വീട് വെച്ചാൽ, നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ, അച്ഛനും അമ്മയും നല്ല രീതിയിൽ നടന്നാൽ ഒക്കെ ചിലർക്കൊക്കെ ചെറിയ കണ്ണടിയൊക്കെ ഉണ്ട്, പറയാറുണ്ട്. അവൾ വലിയ ആർട്ടിസ്റ്റ്, വലിയ നടി. പിന്നെ കുറച്ച് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമുക്ക് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്, നാട്ടുകാർ. നമുക്ക് എല്ലാവരും നോക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്റെ കൂടെ പഠിച്ചവരാണെങ്കിൽ പോലും പറയാറുണ്ട്. അതെ അതെ, കണ്ടാ മിണ്ടില്ല. കണ്ടാ മിണ്ടില്ലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്റെ കൂടെ പഠിച്ച ബോയ്സിനെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയത്തില്ല. പഠിച്ച സമയത്ത് അവർക്ക് മിഷീൻ താടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവർ ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി ഹൈറ്റ് വെക്കുക, വണ്ണം വെക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അവരെ കണ്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആരെങ്കിലും വന്ന് മിണ്ടിയ മാത്രമേ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാതെ അല്ലാതെ എന്റെ ഈ ഒരു ഫീൽഡിനകത്ത് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല സ്നേഹത്തില് നല്ല ഒരു ഫാമിലി ആയിട്ട് പോകുന്നതാണ്. ഇപ്പൊ ഏത് ലൊക്കേഷനിൽ പോയാലും നമ്മളെ അച്ഛനമ്മ ബന്ധുക്കളൊക്കെ എങ്ങനെയാണ് റിലേറ്റീവ്സ്, അതുപോലെയാണ് ഏത് ലൊക്കേഷനിൽ പോയാലും നമ്മളെ കാണുന്നത്. അവരെ കുടുംബത്തിലൊരു അങ്ങനത്തെ പോലെയാണ് കാണുന്നത്. അങ്ങനെ എനിക്ക് ഇതുവരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ചേച്ചി പറഞ്ഞ ഈ കുടുംബത്തിലെ ഒരംഗമായിരുന്നു നമ്മുടെ സുചേട്ടനെ നമ്മൾ എന്തായാലും ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഓണത്തിന് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് പറയാതെ നമ്മൾ പോയാൽ ഭയങ്കര മോശമായിപ്പോയി അല്ലേ? സ്വന്തം ചേട്ടൻ തന്നെ 6 വർഷമായിട്ട് സ്റ്റാർ മാജിക്ക് പോവാണ്. അപ്പം അതിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിപ്പം ബന്ധുക്കൾ ഉണ്ടെങ്കിൽ പോലും അവരെക്കാളും ഏറ്റവും നമ്മളെ വീട്ടിലുള്ള ഒരാളാണ് സുചേട്ടനായിരുന്നത്. 1 മാസത്തിൽ 10 ദിവസമൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെയുള്ള ചേട്ടന്മാരിൽ ഏറ്റവും ഞങ്ങളുടെ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു വ്യക്തി പുള്ളി തന്നെയാണ്. ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തി. അത് ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണ്. മക്കളെ നല്ലാണ്ട് പുള്ളിക്കാരൻ പേര് പറഞ്ഞിങ്ങനെ വിളിക്കില്ല. എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. പുള്ളി ഉണ്ട്, പുള്ളി സിനിമയുടെ ഷൂട്ടിന് പോയിരിക്കുകയാണെന്നൊക്കെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചേട്ടൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പോലും ഉണ്ട്. പെട്ടെന്ന് വിഷമം വരാറുണ്ട്. പക്ഷെ എന്നാലും ഷൂട്ടിന് പോയിക്കുക, സിനിമയുടെ ഷൂട്ടിന് പോയിക്കുക, അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ചേട്ടൻ്റെ ലൈഫിൽ ഇതുപോലെ ഏതെങ്കിലും സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ആദ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ വരുമ്പോഴാണ് ഈ ബോഡി ഷേമിംഗ് ഒക്കെ തുടങ്ങുന്നത്. ഇപ്പൊ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബോഡി ഷേമിംഗ് ഭയങ്കരമായിട്ട്, ഹൈറ്റ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേർക്കും കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ രീതിയിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ആൾക്കാർ കളിയാക്കും. അപ്പൊ പിന്നെ പുറത്തുള്ള ആൾക്കാരെ നമ്മളൊന്നും കളിയാക്കുന്ന മാത്രമല്ല, നമുക്ക് ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വേസിൽ അങ്ങനെയാണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ ഒരു ചാനലിൽ ഒരു പ്രൊജക്റ്റ് തുടങ്ങി. അപ്പോൾ അതിന് പൈലറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പൈലറ്റ് ഷൂട്ടിന് അതിന് മുന്നേ അതിൻ്റെ ഡയറക്ടറോ ആരും കണ്ടിട്ടില്ല, പ്രൊഡ്യൂസറോ സ്ക്രിപ്റ്റ് റൈറ്ററോ ആരും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഷൂട്ടിന് ചെന്ന്, ഫസ്റ്റ് ഡേ ഷൂട്ടിന് ചെന്ന്. അപ്പം ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ഉണ്ടായിരുന്നൊരു ഹോട്ടലിൽ. അപ്പം ജസ്റ്റ് ചെന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 5 വർഷം ആവുന്നേ ഉള്ളത്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പോയി ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്നപ്പോൾ ഇതിൻ്റെ ഈ
പ്രൊഡ്യൂസർ സൈഡ് ബാക്കി ഇതിൻ്റെ ചാനൽ വൈസിലുള്ള കുറേ ആൾക്കാരൊക്കെ വരുമ്പോൾ എന്നെ കണ്ടപ്പോൾ അവർ വിചാരിച്ച ആളുടെ അത്ര ഇല്ല. അവർ ക്യാരക്ടറിന് ഇന്നൊരാളെയാണ് അവർ പ്രതീക്ഷിച്ചത്, ഇത്ര ഹൈറ്റൊക്കെ ഉള്ള ഒരാളെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്നെ കണ്ടപ്പോൾ അത്രയും മെച്യൂരിറ്റി തോന്നുന്നില്ല എന്നുള്ള രീതി വന്നു. അപ്പോൾ അവർ തന്നെ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റും. അപ്പം എൻ്റെ കൂടെ അച്ഛനുണ്ടായിരുന്നു. അപ്പം അച്ഛനുണ്ടായിരുന്നു, ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛൻ ഇത് നടക്കും തോന്നുന്നില്ല, നമുക്ക് പോവാം, തിരിച്ച് പോകുന്നതായിരിക്കും നല്ലത്, നമുക്ക് നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം, അത് നമ്മൾ വേറെ സംസാരിക്കേണ്ട കാര്യമില്ല, പോവാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ചാനലിൽ വന്നു കഴിഞ്ഞ് ഈ പ്രൊജക്ട് ഹെഡ് സാറുണ്ടായിരുന്നു. സാറ് ചാനലിൽ എല്ലായിടത്തും പറഞ്ഞു, അവൻ്റെ രൂപത്തെ നോക്കണ്ട, നിങ്ങൾ അവൻ ചെയ്യുന്ന വർക്ക്, അവൻ അഭിനയിക്കുന്ന ഇത് മാത്രം ടാലൻറ്റ് നോക്കിയാൽ മതി, അതിൽ പെർഫെക്റ്റ് ആണോ ഇല്ല നോക്കിയാൽ മതി. രൂപത്തിൽ നിങ്ങളിപ്പം ഹൈറ്റ് കുറവുണ്ടെന്നോ അല്ലെ വേറെ മെച്യൂരിറ്റി തോന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് വിട്, ചെയ്യുന്ന കാര്യം പക്കയാണോ ഇല്ലെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഓക്കെ, കുഴപ്പമില്ല, കറക്റ്റാണ്. പക്ഷേ എനിക്ക് അങ്ങനെ കളിയാക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. ഇപ്പം ഹൈറ്റ് ഉള്ളൊരു നമ്മളിപ്പോൾ സ്റ്റാർ മേജിൽ തന്നെ ഞങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത്. അത് എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് ഇഷ്ടമാണ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് കളിയാക്കത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. ഞാൻ പറഞ്ഞ ജീവന്റെ കാര്യം പോലെയാണ് എനിക്ക്. നമുക്കൊരു എന്താ പറയുക, ഒരു ഷൂട്ടിന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇപ്പോഴൊന്നും അങ്ങനെ പ്രശ്നമില്ല, ഇപ്പം ഒന്ന് നോക്കാണ്ടാണ് വിളിക്കുന്നത്. നമ്മളെ അറിയാം എൻ്റെ ഹൈറ്റ് എത്രയാണെന്നും പിന്നെ വെയിറ്റ് എത്രയാണെന്നും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മുന്നെയൊക്കെ ഈ ഒരു ഇതിൽ വന്ന സമയത്ത് നമ്മളെ ഫോട്ടോ മാത്രം കണ്ടിട്ട് വിളിക്കുന്നവരാ. നേരിട്ട് വന്ന് നേരിട്ട് കാണുമെന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛനമ്മയൊക്കെ കൂട്ടി പോകുമ്പോൾ ഹൈറ്റ് കുറവാണ്. അപ്പം അറിയില്ലല്ലോ ഹിൽസ് ഒക്കെ ഇട്ടാണ് പോവേണ്ടത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ. ചെല്ലുമ്പോൾ തന്നെ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ പറയുന്നത് വിളിക്കാം, ശരി വിളിക്കും കേട്ടോ, ഇവിടെ നിന്ന് വിളിക്കും. പിന്നെയാണ് ആ കൺട്രോൾ ചേട്ടൻ പറയുന്നത് അത് അനു ഭയങ്കര ഹൈറ്റ് കുറവാണ്, അനുവിന് ആ ക്യാരക്ടർ പറ്റില്ല എന്ന്. അപ്പോൾ ഭയങ്കര വിഷമം. അത് മാത്രമല്ല, ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് സീരിയലൊക്കെ ഒരുപാട് വിഷമം ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ, ഈ സീരിയലൊക്കെ തുടങ്ങിയ സമയത്ത് സൂര്യ ചാനലിലാണെങ്കിലും, സൂര്യനെ ഏറ്റവും കൂടുതൽ, ഞാൻ കുറ്റം പറയുന്നതല്ല, ഒരുപാട് സീരിയൽ എനിക്ക് വന്ന സമയത്ത് നായകൻ്റെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് ക്യാരക്ടർ എല്ലാം സെറ്റ് ചെയ്ത് കോസ്റ്റ്യൂം സഹിതം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാഫ് സാരി, അങ്ങനെ അവർ പറഞ്ഞ അനുസരിച്ചുള്ള എല്ലാ കോസ്റ്റ്യൂമും എല്ലാം എടുത്ത് വെച്ചിട്ട് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ വിളിക്കുന്നില്ല, ഡേറ്റ് അല്ല ഇനി എന്നാണ് അത് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, വിളിക്കാം ടൈം പറയാമെന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ നിരന്തരം അച്ഛൻ്റെ ഫോൺ മാറി വിളിച്ചപ്പോഴാണ് പറയുന്നത്, പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പറയുന്നത്, ചാനലിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു എന്ന്. ഇതുപോലൊരു സങ്കടം എനിക്ക് ഉണ്ടായിട്ടില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ഞാൻ അച്ഛനമ്മയൊക്കെ പറഞ്ഞു നമുക്ക് ഈ ഒരു ഫീൽഡ് നിർത്താം. കുഴപ്പമില്ല ചേച്ചി, ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. ചേച്ചി പറഞ്ഞപ്പോൾ ഞാനും ഇതൊക്കെ തന്നെ ആലോചിച്ചത്. ഇത് നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും വിഷമം. കൂടെയുള്ള ആൾക്കാർ നമ്മളെ കളിയാക്കാൻ ഒരു വിഷമവും ഇല്ല, അത് ഇഷ്ടമാണ്. നമ്മളും തിരിച്ച് കളിയാക്കാറുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ, ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ്. പക്ഷെ പെട്ടെന്ന് ഒരാളെ അവൾക്ക് എന്തോന്നു നമ്മൾ ഹീൽസിട്ടാണ് എൻ്റെ പുറത്തേക്കുന്നത്, ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മൾ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എല്ലാവരും എല്ലാം തികഞ്ഞവരാണോ? ഇപ്പൊ എന്തായാലും എല്ലാവർക്കും അറിയാലോ, ഇപ്പൊ അനുമോൾ എന്ന് പറയുന്ന ഒരു ട്രേഡ് മാർക്ക്. ഹൈറ്റ് നന്നായിട്ട് അറിയാം, എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം. ഹൈറ്റ് അറിയാം, ചേച്ചിക്ക് ചേച്ചിയതായിട്ടുള്ള ട്രേഡ് മാർക്ക്. ദിലീപേട്ടൻ നമ്മുടെ സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ വെറുതെ തമാശക്ക് ചോദിച്ചതാണ്, ചേട്ടൻ്റെ നായികയായുള്ള ക്വാളിറ്റി എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഹൈറ്റ് ഒരു പ്രശ്നമാണോ ചേട്ടൻ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു. ആര് പറഞ്ഞു ഹൈറ്റ്? എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഇത്രയേ ഉള്ളൂ, എന്നിട്ട് പോലും എനിക്ക് ഇത്രയും ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരുപക്ഷെ എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കുഞ്ഞിക്കൂനൻ ഇങ്ങനെയുള്ള ക്യാരക്ടറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി അതിനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഒരിക്കലും ഒരു നായികയ്ക്കോ നായകനോ അധികം ഹൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ അഭിനയിക്കുന്നതിലാണ് കാര്യം. ഹൈറ്റും വെയിറ്റും ഒന്നും അല്ല, ടാലന്റിലല്ലേ കാര്യം. അപ്പോൾ എന്തായാലും ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നതിനും നമുക്ക് കുറേ നല്ല ഫൺ മൊമെന്റ്സ് തന്നതിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു ഇന്റർവ്യൂവിൽ കാണാം. ഉറപ്പായിട്ടും. ഓക്കെ.